ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോരുത്തർക്ക് എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടും കുറയ്ക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ ഞാൻ 4 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന് അതേപോലെ തന്നെ എന്താ പറയുക ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം ചെറിയുള്ളി ഇടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുക. അതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3 ചെറിയ തക്കാളിയാണ് എൻ്റെ അടുത്ത്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. നമ്മൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. അതും അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അതിൻ്റെ കൂടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് കുരുമുളക്, കുറച്ച് വലിയ ജീരകം, എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് വഴൻ്റെ ശേഷം നമുക്ക് വലിയുള്ളിയും ആദ്യം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴൻ്റെ ശേഷമാണ് വലിയുള്ളി പച്ചമുളകും ഇടുന്നത്. അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ തക്കാളിയൊക്കെ ഇടുള്ളൂ. അപ്പോൾ അതൊന്ന് ഒന്നുകൊണ്ട് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അത്യാവശ്യം മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് മുളക് പൊടി നമുക്ക് അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം എരിവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നന്നായി വാടിയതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാറ്. പൊതുവേ അങ്ങനെയാണ്. അപ്പോഴാ ഒരു ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇട്ട ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് ഒന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുക കേട്ടോ.